നബിയാണല്ലോ ഖുർആൻ ഓതുന്നല്ലേ? ആദ്യമായിട്ട് ഓതിയത് എന്താ അറിയോ? ഇല്ല. നബി ഇങ്ങനെ ഒരു ദിവസല്ലേ ഒരു ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ആ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നബിന്റെ അടുത്തേക്ക് അതുവരെ കാണാത്ത ഒരാളിങ്ങോട്ട് വന്ന് നബിന്റെ അടുത്തേക്ക് ഒരാളിങ്ങനെ നബിന്റെ അടുത്തേക്ക് വന്ന് നബി ആകെ പേടിച്ചോയി. ആരാ പറ്റുന്നതറിയേ? അങ്ങനെ അയാൾ വന്നാണ്ട് നബിയോട് പറയണേ ഇക്രാന്ന് പറഞ്ഞു. എന്ത് ഇക്ര എന്താ പറഞ്ഞേ? ഇക്രാന്ന് പറഞ്ഞു. ആ നബി പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് ഇക്ര ഓതാൻ ഇല്ല. അല്ല അയാൾ പിന്നെയും പറഞ്ഞു ഇക്ര പറഞ്ഞു. അത് നബി പിന്നെയും പേടിച്ചാൽ എനിക്കറിയാം ആ നബിക്ക് ആരും എനിക്ക് ഓതാറില്ല. ആ നബിന്റെ അടുത്ത് അയാളിങ്ങനെ പിന്നെയും എടുത്തിട്ട് കൂട്ടിയത് കുടിച്ചിട്ട് ഇക്ര തുടങ്ങി. എന്താ പറഞ്ഞേ? ഒരു ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുക, ചെറിയൊരു ഗുഹയില്. ആ ഗുഹന്റെ പേരെന്തായോ? ഹിറാ ഗുഹ. എന്താ പേര്? ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ പറഞ്ഞ ഇക്ര പറഞ്ഞു. അതിൽ നബി ആകെ പേടിച്ചോയി. അറിയാന്നൊക്കെ പറഞ്ഞു. ആ നബി പേടിച്ചിട്ട് നബി അവിടുന്ന് ആ മലന്റെ മേലെ ഇറങ്ങിയിട്ട് നബിന്റെ പെണ്ണുങ്ങളടുത്ത് ഓടിപ്പോയി, ഹദീജാബിന്റെ അടുത്ത് ഓടിപ്പോയിട്ട് നബി പറഞ്ഞു ഇങ്ങനത്തെ ആള് വന്ന് നിങ്ങൾ ഓതാൻ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അതിൽ നബി പേടിച്ചിട്ട് എന്തായി? പേടിച്ചെന്താ ചെയ്യാ? പനിയില്ലേ? പനി വന്ന് നബിക്ക്. ഹദീജാബിയായി പുറപ്പെട്ട് മൂടി കൊടുത്ത്. അങ്ങനെ അന്ന് മുതൽക്കാണ് ഖുർആൻ വരാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് വന്ന ആയത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി പറയ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അത് വന്ന ദിവസമാണ്. അന്ന് മുതൽക്ക് ഇങ്ങനെ ഖുർആനിൽ എല്ലാവരും ഓതാൻ തുടങ്ങി. അന്ന് മുതൽക്ക് എല്ലാവരും ഖുർആൻ ഓതാൻ തുടങ്ങി. അപ്പൊ നിങ്ങള് ഖുർആൻ പോകുന്ന കുട്ടികളാവൂലേ? ഈ കഥയുടെ വില പോയി പറഞ്ഞെടുക്കൂലേ? ആ നബിന്റെ അടുത്ത് വന്ന ആളുകളെ ഗുഹയിൽ വന്ന ആള്, ആ ആളെ പേര് ആർക്കറിയാം? ആർക്കെങ്കിലും എന്നാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് വിലയെ പോയി ചോദിച്ചിട്ട് നാളെ വന്ന് പറഞ്ഞുതരാം. നബിന്റെ അടുത്ത് ഗുഹയിൽ വന്ന ആ ആളെ പേര് ഇന്ന് എവിടെ പോയി ചോദിക്കണം? വീട്ടിൽ